നമസ്കാരം. ഇന്നത്തെ പ്രധാന തലക്കെട്ടുകളും വാർത്തകളും നോക്കാം. ഇന്നലെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂന്നാം സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് അവതരണം നടന്നത്. അതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഇന്ന് എല്ലാ പത്രങ്ങളും വലിയ പ്രാധാന്യത്തോടുകൂടി ചിത്രങ്ങളൊക്കെ നൽകി വ്യത്യസ്തമാർന്ന തലക്കെട്ടുകൾ നൽകി ഒക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നീട് നൽകിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്നത് നീറ്റ് പരീക്ഷ റദ്ദാക്കില്ല എന്നുള്ള വാർത്തയാണ്. ഈ രണ്ട് വാർത്തകൾക്കാണ് എല്ലാ പത്രങ്ങളും പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ഓരോ പത്രത്തിലും ഏത് തരത്തിലാണ് ഈ വാർത്തകൾ നൽകിയിട്ടുള്ളത് എന്ന് പരിശോധിക്കാം. ആദ്യം മലയാള മനോരമയാണ്. മലയാള മനോരമയുടെ ആദ്യ പേജ്, രണ്ട് പ്രധാന പേജുകളാണ് മലയാള മനോരമയ്ക്ക് ഇന്നുള്ളത്. അതിൽ ആദ്യ പേജിൽ പാരീസ് 2024 എന്ന തലക്കെട്ടോടുകൂടി നിർമ്മലാ സീതാരാമൻ അമ്പെയ്യുന്ന ഒരു ചിത്രമാണ് ആദ്യ പേജിലുള്ളത്. അതിൽ A ഫോർ ആന്ധ്ര, B ഫോർ ബീഹാർ എന്ന തലക്കെട്ടുകൾ നൽകിയിരിക്കുന്നു. ഒപ്പം എന്തൊക്കെ പദ്ധതികൾ, ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവയെല്ലാം അവിടെ പ്രത്യേകമായി ചിത്രത്തിൽ നൽകിയിട്ടുമുണ്ട്. ഉൾപേജിലേക്ക് വരുമ്പോഴാണ് കേന്ദ്ര ബജറ്റിൽ കേരളത്തിലെ കാര്യമായ രീതിയിൽ പരിഗണിച്ചിട്ടില്ല എന്നുള്ള വാർത്ത മനോരമ നൽകുന്നത്. കേന്ദ്ര ബജറ്റ് സംസ്ഥാനത്തിന് വട്ടപൂജ്യം, കേരളം എന്നൊരു നാടുണ്ടേ എന്ന തലക്കെട്ടോടുകൂടിയാണ് കൊടുത്തിട്ടുള്ളത്. വിഴിഞ്ഞത്തെ കണ്ടില്ല, എയിംസ് മറന്നു, വളം സബ്സിഡി കുറച്ചതും തൊഴിലുറപ്പ് പദ്ധതി വിഹിതം കുറച്ചതും തിരിച്ചടിയായി എന്ന മറ്റ് പ്രധാന കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു കാർട്ടൂണുണ്ട്. മുദ്രാ ലോൺ തുക ഇരട്ടിയാക്കി എന്ന് പറയുമ്പോഴും കേരളത്തെ അവഗണിച്ചുകൊണ്ട് ആവശ്യങ്ങൾക്ക് മുകളിൽ ഇനി ഒന്നും നൽകില്ല എന്നുള്ള മുദ്ര പതിപ്പിക്കുന്ന മുദ്ര ഇരട്ടിയാക്കിയിട്ടുണ്ടെന്ന് തലക്കെട്ടോടുകൂടിയുള്ള ഒരു കാർട്ടൂൺ. അതിന് താഴെയായി ചോദ്യച്ചോർച്ച വ്യാപകമല്ലെന്ന് സുപ്രീം കോടതി, നീറ്റിൽ മാറ്റമില്ല, നീറ്റ് പരീക്ഷ റദ്ദാക്കില്ല എന്നുള്ള വാർത്ത അതിന് താഴെ പ്രാധാന്യത്തോടുകൂടി ആദ്യ പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ സൗഹൃദ വളയം എന്ന തലക്കെട്ടോടുകൂടി ബീഹാറിനെയും ആന്ധ്രാപ്രദേശിനെയും ബജറ്റിൽ കാര്യമായ രീതിയിൽ പരിഗണിച്ച വാർത്തയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് മാതൃഭൂമി അത് കൊടുത്തിട്ടുള്ളത്. ഒളിമ്പിക്സിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് മാതൃഭൂമി ആദ്യ പേജിൽ ബജറ്റുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ നീറ്റ് റദ്ദാക്കില്ല എന്ന തലക്കെട്ടോടുകൂടി ആ വാർത്തയും നൽകിയിട്ടുണ്ട്. കേരളത്തോട് സൗഹൃദമില്ല എന്ന ചെറിയൊരു തലക്കെട്ടിൽ കേരളത്തെ പരിഗണിച്ചിട്ടില്ല എന്ന വാർത്തയും നൽകിയിട്ടുണ്ട്. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ ജന്മഭൂമി മറ്റ് പത്രങ്ങൾ നൽകിയിരിക്കുന്നത് പോലെ കേരളത്തെ പരിഗണിച്ചിട്ടില്ല എന്ന വാർത്തയൊന്നും നൽകിയിട്ടില്ല. പകരം നൽകിയിട്ടുള്ളത് സമഗ്രം സശക്തം എന്ന തലക്കെട്ടോടുകൂടി തൊഴിൽ സൃഷ്ടിക്ക് 2 ലക്ഷം കോടി, സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമുള്ള പദ്ധതികൾക്ക് 3 ലക്ഷം കോടി, ഗ്രാമവികസനത്തിന് 2.66 ലക്ഷം കോടി, കാർഷിക മേഖലയ്ക്ക് 1.52 ലക്ഷം കോടി, 3 ലക്ഷം വരെ ആദായ നികുതി ഇല്ല. ഇങ്ങനെ എന്തൊക്കെ ഗുണകരമായ പദ്ധതികളാണോ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അവയെല്ലാം ജന്മഭൂമിയിൽ ആദ്യ പേജിൽ കാര്യമായ രീതിയിൽ തന്നെ നൽകിയിട്ടുണ്ട്. അതിനോടൊപ്പം കേരളത്തിന് 3000 കോടി അധിക നികുതി വിഹിതം എന്ന തലക്കെട്ടോടുകൂടി കേന്ദ്ര ബജറ്റിൽ കേരളത്തിനുള്ള കേന്ദ്ര നികുതി വിഹിതം 24,008.82 കോടി രൂപ വകയിരുത്തി. 23-24 ബജറ്റിൽ 21,261.54 കോടിയായിരുന്ന സംസ്ഥാനത്തിൻ്റെ വിഹിതം എന്ന ഓർമ്മപ്പെടുത്തലൊക്കെ നൽകിക്കൊണ്ട് കേരളത്തിന് 3000 കോടിയിലധികം നികുതി വിഹിതം നൽകിയെന്നുള്ള വാർത്ത ജന്മഭൂമി ആദ്യ പേജിൽ നൽകിയിട്ടുണ്ട്. അർജുൻ്റെ വാർത്തയ്ക്കും ജന്മഭൂമി ആദ്യ പേജിൽ ചെറിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. 8 ദിവസമായിട്ടും അർജുൻ എവിടെ? ഗംഗാവലിയിലെ അടിയൊഴുക്ക് രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയാവുന്നുള്ള വാർത്തയാണ് ജന്മഭൂമി ആദ്യ പേജിൽ മറ്റൊരു വാർത്തയായി നൽകിയിട്ടുള്ളത്. കേരള കൗമുദിലേക്ക് വരുമ്പോൾ കേരള കൗമുദിനെ കേന്ദ്ര സർക്കാരിനെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർത്തുന്ന തരത്തിലേക്കുള്ള തലക്കെട്ടുകളൊന്നും നൽകിയിട്ടില്ല. യുവജനോത്സവം എന്ന തലക്കെട്ടോടുകൂടി യുവാക്കൾക്ക് കൂടുതൽ പ്രാധാന്യം ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള വാർത്ത. ഒപ്പം ഏതൊക്കെ കാര്യങ്ങൾക്കാണ് വില കൂടുന്നത്, ഏതിനൊക്കെയാണ് വില കുറയുന്നത്, എന്തൊക്കെയാണ് പദ്ധതിയിലെ മികച്ച നേട്ടങ്ങൾ എന്നുള്ള പ്രാധാന്യത്തോടുകൂടിയാണ് വാർത്ത നൽകിയിട്ടുള്ളത്. അതിനോടൊപ്പം കേരളത്തിന് വട്ടപൂജ്യം എന്ന തലക്കെട്ടോടുകൂടി ബീഹാറിനെയും ആന്ധ്രാപ്രദേശിനെയും പരിഗണിച്ചിരിക്കുന്നു, കേരളത്തെ പരിഗണിച്ചിട്ടില്ല എന്ന വാർത്തയും നൽകിയിട്ടുണ്ട്. പക്ഷേ കൂടുതൽ പ്രാധാന്യം ബജറ്റിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കാണ്. ഒപ്പം ആദ്യ പേജിൽ തന്നെ നീറ്റ് UGയിൽ പുനഃപരീക്ഷയില്ല എന്ന തലക്കെട്ടോടുകൂടി നീറ്റിൻ്റെ വാർത്തയും നൽകിയിട്ടുണ്ട്. മാധ്യമത്തിൽ പിന്തുണയ്ക്ക് താങ്ങുവില്ല എന്ന തലക്കെട്ടോടുകൂടി ബജറ്റുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നീറ്റിന്റെ വാർത്തയും ആദ്യ പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. ദീപികയിലേക്ക് വരുമ്പോൾ ദീപിക ബജറ്റുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് ആദ്യ പേജിൽ പ്രാധാന്യം നൽകിയിട്ടില്ല. ദീപിക പ്രാധാന്യം നൽകിയിട്ടുള്ളത് നീറ്റുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കാണ്. നീറ്റ് പരീക്ഷ റദ്ദാക്കില്ല എന്ന തലക്കെട്ടോടുകൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ കശ്മീരിൽ ജവാന് വീരമൃത്യു എന്ന വാർത്തയുണ്ട്, അർജുനുമായി ബന്ധപ്പെട്ട വാർത്തയുണ്ട്, പവന് 2000 രൂപ കുറഞ്ഞു എന്ന വാർത്തയുണ്ട്. ഇങ്ങനെയുള്ള വാർത്തകൾക്കാണ് ദീപിക ആദ്യ പേജിലെ പ്രധാന പേജിൽ നൽകിയിട്ടുള്ളത്. ദീപികയ്ക്ക് മറ്റൊരു പ്രധാന പേജ് കൂടി ഉണ്ട്. അവിടെയാണ് ആന്ധ്ര ബീഹാർ മീൽസ് എന്ന തലക്കെട്ടോടുകൂടി ബജറ്റുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ബജറ്റ് അവതരണത്തിന് മുന്നോടിയായി ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മലാ സീതാരാമന് ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമു മധുരം നൽകുന്ന ഒരു ചിത്രം കൂടി ദീപിക ആദ്യ പേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ ദേശാഭിമാനി കേന്ദ്ര ബജറ്റിനെ വിമർശിച്ചുകൊണ്ട് കേരളത്തിന് ഓട്ടക്കാലന എന്ന തലക്കെട്ടോടുകൂടി സുരേഷ് ഗോപിയുടെ കാർട്ടൂൺ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന ചെറിയൊരു തലക്കെട്ട് കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് പ്രസംഗത്തിൽ കേരളം എന്ന വാക്കുപോലും ഇല്ല എന്ന ഓർമ്മപ്പെടുത്തലും ദേശാഭിമാനി നൽകുന്നുണ്ട്. ഇനി ഉൾപേജിലെ പ്രധാന വാർത്തകളും ഒപ്പം കൗതുകരമാർന്ന കാർട്ടൂണുകളും പരിശോധിക്കാം. മാതൃഭൂമിയുടെ ഉൾപേജിൽ ബീഹാറിനും ആന്ധ്രാപ്രദേശിനെയും കാര്യമായ രീതിയിൽ പരിഗണിക്കുന്നു എന്നതിൻ്റെ ഒരു കാർട്ടൂൺ നൽകിയിട്ടുണ്ട്. അതിനോടൊപ്പം 7ാമത്തെ തവണയാണ് ബജറ്റ് അവതരണം നിർമ്മലാ സീതാരാമൻ നടത്തുന്നത്. അതിൻ്റെ ഒരു പ്രത്യേക സ്റ്റോറിയും ഉൾപേജിൽ മാതൃഭൂമി നൽകിയിട്ടുണ്ട്. എഡിറ്റോറിയൽ പേജിലേക്ക് വരുമ്പോൾ സമ്മിശ്രമോ സന്തുലനമോ എന്ന തലക്കെട്ടോടുകൂടി ബജറ്റുമായി ബന്ധപ്പെട്ട ഒരു എഡിറ്റോറിയൽ ഉണ്ട്. അതിനോടൊപ്പം തന്നെ ബജറ്റ് അവതരണത്തിൽ കേരളത്തിൻ്റെ നഷ്ടങ്ങൾ, ബീഹാറിനും ആന്ധ്രയ്ക്കും നേട്ടങ്ങൾ, അത് ഏതൊക്കെയാണെന്നുള്ള വിശദീകരണവും ഉൾപേജിലുണ്ട്. മലയാള മനോരമയിലെ ഉൾപേജിൽ പണിയുറപ്പ് പണമുറപ്പ് എന്ന തലക്കെട്ടോടുകൂടി ബീഹാറിനെയും ആന്ധ്രാപ്രദേശിനെയും പരിഗണിക്കുകയും കേരളത്തെ അവഗണിക്കുകയും ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ളൊരു കാർട്ടൂണുണ്ട്. സഖ്യകക്ഷി സമ്മർദ്ദത്തിന്റെ ഭാരം താങ്ങുവില എന്ന തലക്കെട്ടോടുകൂടി ആന്ധ്രയും ബീഹാറിനെയും പരിഗണിച്ചതിന്റെ വാർത്തയും മലയാള മനോരമ അതിന്റെ വിമർശനങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് ഉൾപേജിൽ നൽകിയിട്ടുണ്ട്. സംസ്ഥാനങ്ങൾ ഇവിടെ വേറെയും ഉണ്ടല്ലോ എന്ന തലക്കെട്ടോടുകൂടിയാണ് മനോരമയുടെ എഡിറ്റോറിയൽ പേജുള്ളത്. ആശ്വാസം ആദായം ആളോഹരി ആശങ്ക എന്ന തലക്കെട്ടോടുകൂടി ഇന്നത്തെ ബജറ്റ് അവതരണത്തിൽ ഓഹരി വിപണിയിലുണ്ടായ വ്യത്യാസങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തയുണ്ട്. ഒപ്പം ഏതൊക്കെ ഗുണകരമായ പദ്ധതികളാണ്, ഏതൊക്കെ വിലക്കുറവും വിലക്കയറ്റവും ഒക്കെ ബജറ്റിൽ ഉൾപ്പെടുത്തി എന്നുള്ള വിശദ വിവരങ്ങൾ മലയാള മനോരമയിൽ ഉൾപേജിൽ നൽകിയിട്ടുണ്ട്. കേരള കൗമുദിയുടെ ഉൾപേജിൽ സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ചില്ല, കേരളത്തെക്കുറിച്ച് മിണ്ടാത്ത ബജറ്റ് എന്ന തലക്കെട്ടോടുകൂടി മനോഹരമായ ചില ചിത്രങ്ങളും കാർട്ടൂണുകളും ഉൾപ്പെടുത്തിയാണ് കൗമുദി ആ വാർത്ത നൽകിയിട്ടുള്ളത്. കേരളം കുറേ കൂടി നീങ്ങിയിരിക്കുക എന്ന തലക്കെട്ടോടുകൂടി കേരളത്തെ ബജറ്റിൽ നിന്ന് മാറ്റി നിർത്തി എന്ന കാർട്ടൂണൊക്കെ കൗമുദിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉൾപേജിൽ തന്നെ ബജറ്റിൽ ബീഹാറിനെയും ആന്ധ്രാപ്രദേശിനെയും കാര്യമായി പരിഗണിച്ചതുമായി ബന്ധപ്പെട്ട എഡിറ്റോറിയലുണ്ട്. അതിൽ തന്നെ കേന്ദ്ര ബജറ്റിൽ പരക്കെ നിരാശ എന്ന തലക്കെട്ടോടുകൂടി അവരുടെ എഡിറ്റോറിയൽ പേജുണ്ട്. അതിനോടൊപ്പം ഏതൊക്കെ പദ്ധതികൾക്കാണ് പ്രാധാന്യം, ഏതിനൊക്കെയാണ് വില കൂടുന്നത്, വില കുറയുന്നത്, ബജറ്റുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങളും ഉൾപേജിലുണ്ട്. നീറ്റുമായി ബന്ധപ്പെട്ട വാർത്ത ജന്മഭൂമി ഏറ്റവും പുറകിലാണ് നൽകിയിട്ടുള്ളത്. വ്യാപക ക്രമക്കേട് കണ്ടെത്താനായിട്ടില്ല, നീറ്റ് UGയിൽ പുനഃപരീക്ഷയില്ലെന്ന് സുപ്രീം കോടതി എന്ന തലക്കെട്ടോടുകൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. കുർസി ബച്ചാവോ ബജറ്റ് എന്ന തലക്കെട്ടോടുകൂടി ആന്ധ്രാപ്രദേശിനും ബീഹാറിനും വാരിക്കോരി സാമ്പത്തിക സഹായം ചെയ്തതിൻ്റെ പിന്നിൽ ഭരണം നിലനിർത്തുക എന്ന നീക്കമാണ് എന്ന ധ്വനി ഉയർത്തുന്ന ഒരു തലക്കെട്ടാണ് കുർസി ബച്ചാവോ ബജറ്റ് എന്ന തലക്കെട്ടോടുകൂടി മാധ്യമം നൽകിയിട്ടുള്ളത്. ഭരണസുസ്ഥിരതയ്ക്കായ ഒരു സാമ്പത്തിക നയരേഖ എന്ന തലക്കെട്ടോടുകൂടി അവരുടെ എഡിറ്റോറിയൽ പേജുണ്ട്. ദീപികയിലേക്ക് വരുമ്പോൾ ദീപികയുടെ മാവേലി നാട് എന്ന കാർട്ടൂണിൽ രാജു നായർ വരച്ച ഒരു കാർട്ടൂണുണ്ട്. കേന്ദ്ര ബജറ്റ് MBA കിട്ടിയിട്ടും കേരളത്തിന് എയിംസ് കിട്ടിയില്ല എന്നതുമായി ബന്ധപ്പെട്ട ഒരു കാർട്ടൂണാണ്. എയിംസ് കിട്ടാൻ ഇപ്പോൾ ഒരു MP പോരാ, മിനിമം 4 പേരെങ്കിലും വേണം എന്ന ഒരു തലക്കെട്ടോടുകൂടിയുള്ള കാർട്ടൂണാണത്. കൈപിടിച്ചവർക്ക് കൈ അയച്ച് എന്ന തലക്കെട്ടോടുകൂടി ബീഹാറിനെയും ആന്ധ്രാപ്രദേശിനെയും പരിഗണിക്കുകയും കേരളത്തെ അവഗണിക്കുകയും ചെയ്ത വാർത്തയ്ക്ക് പ്രാധാന്യം നൽകിയാണ് ദീപിക എഡിറ്റോറിയൽ എഴുതിയിട്ടുള്ളത്. വീഴാതിരിക്കാൻ വിട്ടുവീഴ്ച എന്ന തലക്കെട്ടോടുകൂടി സ്പെഷ്യൽ എഡിറ്റോറിയലുമുണ്ട്. കമല തന്നെ സ്ഥാനാർത്ഥി, ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ഊർജ്ജമായി ഇന്ത്യൻ വംശജ എന്ന തലക്കെട്ടോടുകൂടി